കാരായി വേട്ടയാടപ്പെട്ടയാളാണോ? ഒരു സംശയമുണ്ട്. കാരായി ഇരയാണ്, ഭരണകൂട ഭീകരതയുടെ ഇരയാണ് കാരായി രാജ. ടി.കെ. ഗോവിന്ദൻ മൈനസ് പാർട്ടി 0 ആണ്, ജി സുധാകരൻ മൈനസ് പാർട്ടി 0 ആണ്. അതുപോലെ തന്നെ ആരൊക്കെയാണോ ഡിഫക്റ്റഡ് ആയി പോയിട്ടുള്ള ആൾക്കാർ, അവരെയൊക്കെ സൃഷ്ടിച്ചത് CPIM ആണ്. അവരുടെ വ്യക്തിപരമായ സംഭാവനകൾ ഉണ്ടാവാം, പക്ഷെ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് അവരിറങ്ങിപ്പോയത് ശരിയായില്ല. നിങ്ങൾ അറിയേണ്ടത്, ഞങ്ങളുടെ പാർട്ടിയെ 96-ൽ പ്രധാനമന്ത്രി സ്ഥാനം വെച്ച് നീട്ടിയിട്ട് വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർലമെന്ററി പൊസിഷന് വേണ്ടി ഞങ്ങളുടെ ഐഡിയോളജി സാക്രിഫൈസ് ചെയ്യുന്നവരല്ല. Hello, good evening. Welcome to Reporter Election Express. റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ് തലസ്ഥാന നഗരിയിലാണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം നെഞ്ചിടിപ്പേറ്റുന്ന മണ്ഡലങ്ങളുണ്ട് തിരുവനന്തപുരത്ത്. LDFിനോടൊപ്പം ചാഞ്ഞ മണ്ഡലമാണ്. ഇക്കുറി അത് തിരിച്ചുപിടിക്കാൻ UDF ശ്രമിക്കുന്നു. താരപ്രചാരകർ നിരവധി പേരുണ്ട്. ഇപ്പോൾ സ്പീക്കർ എൻ ഷംസീർ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലാണ്. അതിനിടയിൽ ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. എങ്ങനെയാണ് സ്പീക്കർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളിൽ പങ്കെടുക്കുക? സ്പീക്കറെ വിലക്കണമെന്നാണ് ആവശ്യം. ആദ്യ ചോദ്യം നമുക്ക് അവിടെ നിന്നാവാം. എൻ ഷംസീർ, വെൽക്കം ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. അങ്ങനെ വിലക്കണമെന്ന് ഷിബു ബേബി ജോൺ പറയുന്നു പ്രചരണ രംഗത്ത് നിന്നും. അതിനർത്ഥം അവർ എന്നെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ എവിടെയും സ്പീക്കർ പ്രചരണത്തിൽ വരാൻ പാടില്ല എന്നില്ല. പിന്നെ കേരളത്തിൽ പാലിക്കുന്ന ഒരു അൺറിട്ടൺ ആയ റൂള് പോലെയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ സ്പീക്കർമാർ പോകാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പം ഇലക്ഷനാണ്. അങ്ങേ തലശ്ശേരി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിലോ? അതന്നെ എന്റെ ചോദ്യം. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇവർ എനിക്കെതിരെ സ്ഥാനാർത്ഥി നിർത്താതിരിക്കുമോ? സ്പീക്കറാണ്, അയ്യോ അതൊരു ഡെക്കോറം കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്നവരാരെങ്കിലും പറയും. അതിനർത്ഥം UDFിന്റെ ആത്മവിശ്വാസം ഇളകി തുടങ്ങിയിരിക്കുന്നുവെന്നാണോ? ഒരു സംശയവും വേണ്ട. സ്വാഭാവികമായും എനിക്കെതിരെയൊക്കെ വലിയ ആക്ഷൻ ഇതായിരുന്നല്ലോ. അയ്യോ അയാളെ മത്സരിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി വലിയ സങ്കടപ്പെട്ട ആൾക്കാർ ഇപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഇറക്കി ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യം എന്നാ? തലശ്ശേരിയിൽ എൻ ഷംസീർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കേരളത്തിലെ മിക്കവാറും ജനങ്ങളൊക്കെയും പ്രതീക്ഷിച്ചത് അങ്ങനെയാണ്. തലശ്ശേരിയിൽ ലീഡ് നില ഉയർത്തുന്നു എന്ന് മാത്രമല്ല, തലശ്ശേരിയുടെ സമഗ്ര വികസനത്തെ എൻ ഷംസീർ സ്പീക്കർ എന്ന നിലയിൽ ഇരിക്കുമ്പോൾ നൽകിയ സംഭാവനകൾ പോലും എല്ലാവരും പ്രകീർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇക്കുറി ഷംസീറിനെ പരിഗണിച്ചില്ല. ഇവിടെ തലശ്ശേരിയും കണ്ണൂരിലെ പാർട്ടിക്കകത്തൊരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസും നിയമമൊന്നുമല്ല, പക്ഷെ പ്രാക്ടീസാണ്. സ്വാഭാവികം നമ്മൾ പാലിക്കുന്നത് 2 തവണ മത്സരിപ്പിക്കും തുടർച്ചയായി. അതിനുശേഷം ബാക്ക് ടു പാർട്ടി, പിന്നെ ആവശ്യമായി വരികയാണെങ്കിൽ വീണ്ടും മത്സരിപ്പിക്കുന്ന ശീലമാണ് കണ്ണൂരിലെ പാർട്ടികൾ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനത് ബാധകമല്ല, ശൈലജ ടീച്ചറിനത് ബാധകമല്ല. ഇവിടെ അങ്ങേക്കും നെന്മാറയിലും മാത്രമാണ് അത് ബാധകമായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ലീഡ് ചെയ്യുന്നത് ഞാനല്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യാൻ പോളിറ്റ് ബ്യൂറോയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചത് പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നു. പിന്നെ ശൈലജ ടീച്ചർ ഞങ്ങൾ ഫീൽഡ് ചെയ്യിക്കുന്നത് ഞങ്ങളുടെ ഒരു ടഫ് സെഗ്മെന്റാണ് പേരാവൂർ. ആ ടഫ് സെഗ്മെന്റിനകത്ത് ഞങ്ങൾക്ക് ഫീൽഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്, ഞങ്ങൾക്ക് ആ സീറ്റ് പിടിക്കണം, ഞങ്ങൾക്ക് ഭരണം തുടരണം. ആ ഭരണം തുടരാൻ കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ മാർജിൻ ഇൻക്രീസ് ചെയ്യണം, സീറ്റുകൾ നമ്പർ ഓഫ് സീറ്റ്സിന്റെ എണ്ണം കൂട്ടണം. ആ നമ്പർ ഓഫ് സീറ്റ്സ് കൂട്ടാൻ ആലോചിച്ചപ്പം ഞങ്ങൾക്ക് ഫീൽഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആരാണ്? പേരാവൂരിൽ നാരോ മാർജിൻ നമ്മൾ പരാജയപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് അങ്ങനെയെങ്കിൽ ടീച്ചറെ ഇട്ടൊരു പരീക്ഷണം നടത്താം. പക്ഷേ എൻ ഷംസീർ നോക്കൂ, വടകരയിൽ മുല്ലപ്പള്ളിക്കെതിരെ മത്സരിക്കുമ്പോൾ 3300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വടകരയിൽ അന്ന് 2014 രണ്ടാമത്തെ മോദി തരംഗം ഉണ്ടാകുമ്പോൾ, അതായത് താങ്കൾ പരാജയപ്പെടുന്നത്. വടകര പോലൊരു മണ്ഡലത്തിൽ 3300 വോട്ടിന് മാത്രമാണ് താങ്കൾ കീഴടങ്ങുന്നത്. പിന്നീട് താങ്കൾ തലശ്ശേരിയിൽ തുടർച്ചയായിട്ട് ജയിക്കുന്നു. അതായത് വടക്കൻ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും നിർത്താവുന്ന ഏറ്റവും വലിയ ഫൈറ്ററാണ് എൻ ഷംസീർ. കണ്ണൂർ പിടിക്കാൻ അങ്ങനെ നിർത്താമായിരുന്നു. അതൊരു മുന്നണിയുടെ സീറ്റാണല്ലോ. ലെഫ്റ്റ് മുന്നണിക്കകത്ത് ചെറിയ പാർട്ടിയാവട്ടെ വലിയ പാർട്ടിയാവട്ടെ, CPIM എല്ലാ പാർട്ടിയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മുന്നണിയിൽ എല്ലാ പാർട്ടീസും റെസ്പെക്റ്റബിൾ പാർട്ടീസാണ്. അവർക്കൊക്കെ സെൽഫ് എസ്റ്റീം ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കേണ്ട പരിഗണനയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ അസംബ്ലി സെഗ്മെന്റ് കോൺഗ്രസിൻ്റെതാണ്. ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനകത്ത് കോൺഗ്രസ് എത്രയോ കാലമായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഒരു വിശ്വസ്തരായ ഒരു മുന്നണി പാർട്ടിയാണ്. അങ്ങനെ ഒതുക്കി എന്നൊരു ധാരണയുണ്ടോ അങ്ങേക്ക്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ CPIMനകത്ത് വളരെ ചെറുപ്രായത്തിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. 35-ാമത്തെ വയസ്സിൽ ഞാൻ പാർലമെന്റിലേക്ക് ഫൈറ്റ് ചെയ്തു. എന്നെ ഫീൽഡ് ചെയ്യിച്ചു, നാരോ മാർജിനിൽ പരാജയപ്പെട്ടു. എന്നെ കേരളത്തിലെ CPIMന്റെ ആര് നിർത്തിയാലും ജയിക്കുന്ന സീറ്റിൽ കൊണ്ടുവന്ന് തന്നെ മത്സരിപ്പിച്ചു. അതൊരു വലിയ അംഗീകാരമല്ലേ എനിക്ക്. 2021 വീണ്ടും ഞാൻ മത്സരിച്ചു. കണ്ണൂർ ജില്ലയിലെ പാർട്ടി നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരാളെയും ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അവർക്ക് നൽകാറില്ല. മിനിസ്റ്റർ ഒരു ക്യാബിനറ്റ് പോസ്റ്റിലേക്ക്, ആ ക്യാബിനറ്റിലെ പോസ്റ്റിലേക്ക് പരിഗണിക്കപ്പെട്ട ആളാണ് ഞാൻ. പക്ഷെ പ്രതിപക്ഷം
ഫസൽ വധക്കേസിൽ ആരോപണ മുനയിൽ നിൽക്കുന്ന ഒരാളാണ് കാരായി കേസിൽ അദ്ദേഹം കുറ്റവാളിയല്ല. അദ്ദേഹത്തിനോട് എനിക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് ആ കുടുംബം അടക്കം പലരും അതിനകത്ത് അദ്ദേഹത്തിനോടൊപ്പം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ആരോപണത്തിന്റെ മുനയിലാണ് അദ്ദേഹം. അരുണിന് കൃത്യമായി നിയമങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലോ. നോ വൺ ഈസ് ഗിൽറ്റി അൺടിൽ ഈസ് ഗിൽറ്റി ഈസ് പ്രൂവ്ഡ്. ഇവിടെ കാരായി രാജൻ കുറ്റാരോപിതൻ മാത്രമാണ്. ഒരാളെയും പ്രതിയാക്കാം. പ്രതിയായതുകൊണ്ട് കുറ്റവാളിയാവുന്നില്ല. കാരായി രാജൻ ആ കേസിനകത്തില്ല എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്, തലശ്ശേരിയിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷെ അതൊരു പ്ലാന്റഡ് ആയ സ്റ്റോറിയാണ്. അതിനകത്ത് തെറ്റായ രീതിയിൽ കാരായി ഇൻക്ലൂഡ് ചെയ്തതാണ്. അതിനെതിരെ ഞങ്ങളിപ്പോ ലീഗൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേട്ടയാടപ്പെട്ടയാളാണോ? ഒരു സംശയമുണ്ട്. കാരായി ഇരയാണ്, ഭരണകൂട ഭീകരതയുടെ ഇരയാണ് കാരായി രാജൻ. റൈറ്റ്. ശരി, മണ്ഡലത്തിലെ കാര്യങ്ങളിലേക്ക് വന്നു. ഇനി അങ്ങേക്ക് ആ പാർലമെന്ററി വ്യാമോഹം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആ വാക്കാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടി.കെ. ഗോവിന്ദൻ, ജി. സുധാകരൻ, ഐഷ പോറ്റി. നോക്കൂ, പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന മതസ്ഥാനത്ത് നിന്ന് പാർട്ടി വെല്ലുവിളിക്കുന്ന 3 പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളാക്കിയത് പാർട്ടിയാണ്. ടി.കെ. ഗോവിന്ദൻ മൈനസ് പാർട്ടി 0 ആണ്. ജി. സുധാകരൻ മൈനസ് പാർട്ടി 0 ആണ്. അതുപോലെ തന്നെ ആരൊക്കെയാണോ ഡിഫക്റ്റഡ് ആയി പോയിട്ടുള്ള ആൾക്കാർ, അവരെയൊക്കെ സൃഷ്ടിച്ചത് CPIM ആണ്. അവരുടെ വ്യക്തിപരമായ സംഭാവനകൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് അവരിറങ്ങിപ്പോയത് ശരിയായില്ല. അവരൊക്കെ അതിലിപ്പോൾ ജി. സുധാകരനൊക്കെ ഒരുപാട് തവണ കൺസിഡർ ചെയ്യപ്പെട്ട ആളാണ്. ബഹുമാനായ ജി. സുധാകരൻ മന്ത്രിയായിരുന്നു. 2 തവണ മന്ത്രിയായിരുന്നു. 2 തവണ മന്ത്രിയായ കേരളത്തിലെ CPM ലീഡേഴ്സിനെടുത്താൽ വളരെ അപൂർവ ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് ജി. സുധാകരൻ. അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ പാർട്ടിയെ വഞ്ചിച്ച് പോകാൻ പാടില്ലായിരുന്നു. ടി.കെ. ഗോവിന്ദനോ? അദ്ദേഹത്തിനും ആ നിയമസഭയിൽ മത്സരിക്കാൻ അവസരം പോലും കിട്ടിയില്ല. ഇപ്പൊ എല്ലാവർക്കും മത്സരത്തിൽ അവസരം കിട്ടുമോ? എത്ര ആളുകൾ മത്സരിക്കാത്ത ആളുകളുണ്ട്. കോടിയേരിയുടെ മുമ്പത്തൊരു ഞാൻ കോട്ട് ചെയ്യാം. 5.5 ലക്ഷം അംഗങ്ങളിൽ 60-ൽ ചൂട് ആൾക്ക് മാത്രമേ CPM കാൻഡിഡേറ്റ് ആവാൻ പറ്റുന്നുള്ളൂ. 12 ആൾക്ക് മന്ത്രിയാവാൻ പറ്റുന്നുള്ളൂ. കുറച്ചു പേർക്ക് MP ആവാൻ പറ്റുന്നുള്ളൂ. അതിനർത്ഥം ഇത്ര ആൾക്കേ യോഗ്യരായുള്ളൂ എന്നല്ല. എത്രയോ ആളുകൾ യോഗ്യരായവരുണ്ട്. പക്ഷെ പല ഘടകങ്ങൾ ഒത്തുവരുമ്പോൾ ചിലർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. ഇവിടെ ടി.കെ. ഗോവിന്ദ മാസ്റ്റർക്ക് അവസരം കിട്ടിയില്ല. പക്ഷെ ടി.കെ. ഗോവിന്ദ മാസ്റ്റർ എന്തിനൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. അത് തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും കൊട്ടാരക്കരയിലും ഇമ്പാക്ട് ഉണ്ടാവില്ല എന്നാണോ? ഒരു സംശയവും വേണ്ട. ഡിഫക്ട് ചെയ്ത് പോയവരെ നാളെ അവർ കോൺഗ്രസ് വിടില്ലെന്നെന്താ ഉറപ്പുള്ളത്? കോൺഗ്രസിനകത്ത് വർക്ക് ചെയ്യുന്നു ഇപ്പം ടി.കെ. ഗോവിന്ദ മാഷ്. നാളെ ടി.കെ. ഗോവിന്ദ മാഷ് കോൺഗ്രസിൽ വന്നു, പ്രതീക്ഷ സ്ഥാനം കിട്ടിയില്ല, BJPയിലേക്ക് പോയില്ലെന്ന് ഉറപ്പുള്ളത്? നമ്മുടെ അനുഭവം അതാണല്ലോ. അപ്പൊ ഈ ഒപ്പോർച്യൂണിസ്റ്റുകളെ ഒരു കാരണവശാലും അവസരവാദികളാണ്. അതെ, ഒപ്പോർച്യൂണിസ്റ്റുകൾ. അത് മാത്രമല്ല, ഒപ്പോർച്യൂണിസത്തെ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത്. നോക്കൂ, അങ്ങ് സ്പീക്കർ ആയിട്ടുണ്ട്, അങ്ങ് MLA ആയിട്ടുണ്ട്, അങ്ങ് പാർട്ടിയുടെ സംഘാടക സമിതിയിൽ അങ്ങേക്ക് കിട്ടാവുന്ന സ്ഥാനം കിട്ടില്ലെന്ന് അങ്ങ് പറയുന്നു. പക്ഷെ അങ്ങ് മന്ത്രിയായിട്ടില്ല. അതും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും മന്ത്രിയാവാൻ പറ്റില്ലല്ലോ. ജില്ലയിൽ നിന്ന് മന്ത്രിമാരെ പരിഗണിക്കപ്പെടുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഘട്ടത്തിലുണ്ട്. ആ ഘട്ടത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെട്ടു. പരിഗണന വരുമ്പോൾ ഓരോ ഫാക്ടേഴ്സ് അല്ലേ. ജോഗ്രഫിക്കൽ നോക്കണം, പാർട്ടി ഹൈറാർക്കി നോക്കണം. പാർട്ടി ഹൈറാർക്കിയും ജോഗ്രഫിയും ഒക്കെ നോക്കിയപ്പോൾ ഉൾപ്പെടുത്തപ്പെട്ടില്ല. അതിന് നിരാശയിരിക്കില്ല. സ്പീക്കർ കാലാവധി ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടോ? ആസ്വദിച്ചിരുന്നു? ഒരു സംശയം വേണ്ട, ഞാൻ നന്നായി ആസ്വദിച്ച. സ്പീക്കർ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ബീങ് എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ അതൊരു ഒതുക്കലാണെന്നാണ് പറയുക. ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ ആ പദവി നന്നായി ആസ്വദിച്ചൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എൻജോയ് ചെയ്തു. അതിനകത്ത് എനിക്ക് നല്ല പരിഗണന കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ പദവി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് എന്റെ ടീമിന്റെ സഹായത്തോടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്പീക്കർ എന്ന നിലയിൽ ഏറ്റവും വെല്ലുവിളി നേരിട്ട നിമിഷം ഏതായിരുന്നു? അത് ചലഞ്ചിങ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും രാവിലെ എത്തിയ അടിയന്തര പ്രമേയം ഒരു ബഹളമാണ്, നിങ്ങൾക്കറിയാലോ. പക്ഷെ പിന്നീട് ഗവൺമെന്റ് അടിയന്തര പ്രമേയം നോട്ടീസ് എന്ന ചർച്ചയ്ക്ക് തയ്യാറായി വന്നു. അപ്പൊ അതുകൊണ്ട് കുറെ സ്മൂത്തായി കാര്യങ്ങൾ പോയി. പൊതുവിൽ എനിക്കൊരു അങ്ങനെ ഒരു പേഴ്സണലായി ചലഞ്ചിങ് ആയ നിമിഷം പലതും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്റെ ഈ ഒരു സ്പീക്കർഷിപ്പ് പീരീഡിൽ അത്തരത്തിലൊരു വലിയ ചലഞ്ചസ് ഒന്നും ഉണ്ടായി. പക്ഷേ സാധാരണ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ കൊമ്പ് കോർക്കാറുണ്ടെങ്കിലും ഇക്കുറി ഇത് കുറച്ച് അധികമായിരുന്നു. ഒരിക്കലുമല്ല. പ്രതിപക്ഷ നേതാവ് സ്പീക്കർ എന്ന ചെയറിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതൃനിരയിൽ ആളുകളൊക്കെ ആ പൊസിഷനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇക്കാലം അത്രയും സംസാരിച്ചിട്ടുണ്ട്. ആ റെസ്പെക്ട് ആ ചെയറിനോട് അവർ കാണിച്ചിട്ടുണ്ട്. അവർ ആ ചെയറിനോട് റെസ്പെക്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. റൈറ്റ്. ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, സ്പീക്കറിന് രാഷ്ട്രീയം പറയാമോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങ് പറഞ്ഞല്ലോ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇക്കുറി LDF 3-ാം ഊഴം കിട്ടാൻ സാധ്യതയുണ്ടോ? ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് ശക്തമായ പ്രചരണം. ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ജനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ജനങ്ങളുടെ ഫീഡ്ബാക്ക് ഗവൺമെന്റിന് തുടർഭരണം ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ട കൊടുത്ത വാഗ്ദാനങ്ങൾ എന്താണ്, അതൊക്കെ പാലിച്ചിട്ടുണ്ട്. കേരളം അടിമുടി മാറി.
ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പം കേരളം നമ്പർ 1 ആണ്. എന്തിനാണ് ഗവൺമെന്റ് മാറ്റേണ്ട കാര്യം? KSRTC-യിൽ സൗജന്യ യാത്ര, 3000 രൂപ പെൻഷൻ, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ. UDF-ന്റെ വാഗ്ദാന പെരുമഴയാണ്. വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കാല. വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്, പാലിക്കാത്തതുണ്ട്. UDF എല്ലാ കാലത്തും കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാത്തതാണ്. അതുകൊണ്ട് ഈ വാഗ്ദാനം പാലിക്കപ്പെടാത്തതാണ്. പാലിക്കേണ്ട കാര്യം വരില്ല, കാരണം അവർ വരില്ലല്ലോ, പിന്നെ പാലിക്കേണ്ട കാര്യമില്ലല്ലോ. രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞത് പിണറായി വിജയന്റെ ഗവൺമെന്റ് എക്സ്പയറി കഴിഞ്ഞു എന്നാണ്. രേവന്ത് റെഡ്ഡി ആദ്യം അവിടുത്തെ കാര്യം നോക്കട്ടെ. അദ്ദേഹത്തിന്റെ തെലങ്കാനയിൽ അവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല, അവിടെ പെൻഷൻ കൊടുക്കുന്നില്ല ആൾക്കാർക്ക്. അദ്ദേഹം അവിടുത്തെ കാര്യം നോക്കട്ടെ എന്ന്. അദ്ദേഹം ഇവിടെ വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പിണറായിക്ക് നേരെ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പം അദ്ദേഹത്തിന് 4 വിരൽ ഇങ്ങോട്ട് ചൂണ്ടുന്ന കാര്യം മറന്നു പോകരുത്. കർണാടകയിൽ സ്ത്രീകൾക്ക് യാത്ര അനുവദിച്ചു. KSRTC-യിൽ സ്ത്രീകൾക്ക് കേരളത്തിൽ യാത്ര അനുവദിച്ചിരിക്കുകയാണ്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അതും പ്രഖ്യാപിക്കാല. നിങ്ങൾ എന്റെ നാട്ടിൽ പണ്ടൊരു കലന്തൻ ഹാജിയുണ്ട്, വടകര ലോക്സഭയിൽ സ്ഥിരം മത്സരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കും. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മോഡ് വളരെ മനോഹരമായ ക്യാമ്പയിനാണ്. എങ്ങനെയാണെന്നറിയോ? ഗേറ്റ് പൂട്ടുമ്പം അദ്ദേഹത്തിന്റെ വണ്ടി കൊണ്ടുപോയി മുമ്പിൽ നിർത്തിക്കും. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അനൗൺസ് ചെയ്യും, ഇദ്ദേഹത്തിന്റെ അനുയായി, ഇതാ 100 കണക്കിന് വാഹനങ്ങൾ അക്കമ്പടിയോട് കലന്തൻ ഹാജി കടന്നു വരുന്നു. വാഹനം ഏതാ? ഗേറ്റ് പൂട്ടിയ ക്യൂലുള്ള വാഹന. സിനിമാ തിയേറ്റർ വിട്ട് അതിന്റെ മുമ്പ് പോയി ആൾ നിൽക്കും. ഇതാ 100 കണക്കിന് ആൾ അകമ്പടിയോടുകൂടി കലന്തൻ ഹാജി വരുന്നു. ആ കലന്തൻ ഹാജി പ്രഖ്യാപനം നടത്തി, എന്താ? പൊന്നിയമ്പാലം പൊന്നാക്കും, ആകാശത്ത് പന്തലിടും. അതുപോലെ കലന്തൻ ഹാജിയുടെ പ്രഖ്യാപനമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. ഇത് നടപ്പിലാക്കുന്ന പ്രഖ്യാപനങ്ങളല്ല. വടകര ലോക്സഭയിൽ സ്ഥിരമായി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി കലന്തൻ ഹാജിയുടെ പ്രഖ്യാപനമായിട്ട് കേരളത്തിൽ UDF-ന്റെ പ്രഖ്യാപനത്തെ ഞാൻ കാണുന്നുള്ളൂ. വയനാട് അടക്കമുള്ള, ചൂരൽമല അടക്കമുള്ള ഫണ്ട് നിങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നു. എപ്പോഴും കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ശവം തൂക്കുന്ന വാക്കാണ് ഒരു CPM നേതാവ് ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കോൺഗ്രസ് ഏതെങ്കിലും കാലത്ത് അവർ ഫണ്ട് പിരിച്ച കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഫണ്ടിന് വല്ല കണക്കുമുണ്ടോ? കരുണാകരൻ സ്മാരക മന്ദിരം എന്തായി? കോൺഗ്രസ് ഏതൊക്കെ നേതാക്കന്മാരുടെ പേരിൽ പാർട്ടി ഫണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതെല്ലാം പലതരത്തിൽ വഴിമാറി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കോൺഗ്രസ്, കോടിയേരി പണ്ട് പറഞ്ഞ പോലെ, ഞങ്ങൾ ചോദിച്ചാൽ ജനം ബക്കറ്റിൽ പൈസ ഇടും, നിങ്ങൾ ചോദിച്ചാൽ ജനം ബക്കറ്റിൽ കല്ലിടും. കാരണം നിങ്ങളെ വിശ്വാസമില്ല ജനങ്ങൾക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംവിധാനത്തെ. അപ്പൊ കോൺഗ്രസിന് ഫണ്ട് പിരിച്ചു. എവിടെ? ഇപ്പൊ ഫണ്ടും കാണുന്നില്ല, ആപ്പും കാണുന്നില്ല. ഇതേ കാര്യമാണ് BJP ആരോപിക്കുന്നത്. ഒരു കോൺഗ്രസ് മുക്ത കേരളമാണോ നിങ്ങൾ രണ്ടുപേരുടെയും ലക്ഷ്യം? ഒരിക്കലും CPM ഡീലുണ്ട് എന്നാണ്. BJP നിങ്ങൾക്ക് ഓർമ്മയില്ലേ 2014 പറഞ്ഞ 15 ലക്ഷം രൂപ വീതം ഓരോ പൗരനും, 2 കോടി തൊഴിൽ, എന്തൊക്കെ വാഗ്ദാനം കൊടുത്തു? എന്തൊക്കെ? എന്നാ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ? ഇതിലേതെങ്കിലും കാര്യം ഈ 12 വർഷം BJP നടപ്പിലാക്കിയോ? BJP എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മറ്റൊരു പതിപ്പാണ്. വെറുതെ പുകമറ സൃഷ്ടിച്ച് വോട്ട് നേടുന്നതിനപ്പുറത്തൊന്നുമില്ല. നോട്ട് നിരോധനം നടപ്പിലാക്കി, കള്ളപ്പണം തിരിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞു. ജനം എതിരായില്ലേ? മോഡിയുടെ പ്രസംഗം മേരി പ്യാരിയെ ദേശവാസിയോ എന്ന് കേട്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നാളെ 2 രൂപ പെട്രോളിന് കൂടാൻ പോകുന്നുണ്ടെന്ന്. ഇതല്ലേ സ്ഥിതി? വാഗ്ദാനങ്ങൾ പാലിക്കാത്ത, ജനങ്ങളെ പറ്റിക്കുന്ന കാപട്യക്കാരാണ് BJP. അതുകൊണ്ട് ഈ 2 മുന്നണിയും ജനങ്ങൾക്കറിയാം. ഈ 2 മുന്നണിയും കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കും. ഒരു 3rd ടേം LDF ലോഡിംഗ് ആണിപ്പോൾ. ഒന്ന് നിയമസഭയിലേക്ക് തിരിച്ചു വന്നാൽ, നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ താങ്കൾ നേരിട്ടു, പ്രതിപക്ഷ നേതാവ് തന്നെ താങ്കളെ നേരിട്ടു. പക്ഷെ പ്രതിപക്ഷ നേതാവിന് പുറത്ത് വ്യക്തിപരമായി നിങ്ങൾ ആക്രമിക്കുകയാണ്, പാർട്ടി ആക്രമിക്കുന്നു, അദ്ദേഹം നുണ പറയുന്നുവെന്ന് പ്രചരണം നടത്തുകയാണ്. അത്തരത്തിൽ വ്യക്തിഹത്യ നിറഞ്ഞൊരു പ്രചരണം ശരിയാണോ? അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. എത്ര നിലവാരമില്ലാത്ത ആരോപണങ്ങളുടെ മറുഭാഗത്ത് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരെ, ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് നേരെ എന്തൊക്കെ ആരോപണങ്ങളാണ്? അപ്പോൾ വ്യക്തിപരമായ രാഷ്ട്രീയത്തിനകത്ത് സ്വാഭാവിക രാഷ്ട്രീയം പറയും. ആ രാഷ്ട്രീയം പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പൊള്ളും. ആ അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. അതൊന്നും പേഴ്സണൽ അറ്റാക്ക് അല്ല, മറിച്ച് അദ്ദേഹം പോസിഷൻ ലീഡറായതുകൊണ്ട് പറയുന്നത് മാത്രമാണ്. VD സതീശൻ എന്ന വ്യക്തിക്കെതിരായിട്ടല്ല, VD സതീശൻ എന്ന LOPക്കെതിരായിട്ടാണ്. SDP-യുടെ പിന്തുണ സ്വീകരിക്കില്ല എന്ന് പറയാൻ CPM-ന് ഭയമുണ്ടോ? അതിൽ ഞങ്ങളുടെ കാര്യം വളരെ ക്ലിയർ അല്ലേ. വർഗീയ ശക്തിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ അല്ലേ. പിന്നെ SDP-യുടെ വോട്ട് പാലക്കാട് വാങ്ങിച്ചതിനെ പറ്റി ആരും ഉണ്ടെന്നില്ലല്ലോ. SDP ഏതെല്ലാം തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണച്ചിട്ടുണ്ട് അത് പറയണ്ടേ? SDP കോൺഗ്രസിനെ പിന്തുണക്കുമ്പം മതേതര പാർട്ടിയും, SDP CPM-നെ പിന്തുണക്കും വർഗീയ പാർട്ടിയാണോ? അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് ഒരു കാലത്തും വാങ്ങിച്ചു വന്നവരല്ല ഞങ്ങൾ. വർഗീയതയ്ക്കെതിരെ ഏറ്റവും കർക്കശമായ നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ അറിയേണ്ടത്, ഞങ്ങളുടെ പാർട്ടിയെ 96-ൽ
പ്രധാനമന്ത്രി സ്ഥാനം വെച്ച് നീട്ടിയിട്ട് വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ. ആ ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർലമെന്ററി പൊസിഷന് വേണ്ടി ഞങ്ങളുടെ ഐഡിയോളജി സാക്രിഫൈസ് ചെയ്യുന്നവരല്ല. നിലവിൽ മൂന്നാമതൊരു ഊഴം വന്നാൽ ഒരു വനിതാ മുഖ്യമന്ത്രി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ശംസീർ? തെരഞ്ഞെടുപ്പ് വന്നാൽ, LDF തിരിച്ചു വന്നാൽ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നേതാവിനെ തെരഞ്ഞെടുക്കും. അതാര് എന്ന് ആ സാഹചര്യം നോക്കി പറയാം. പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധി തന്നെ വന്ന് പറയുന്നു ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ട് കേരളത്തിന്. 50% വോട്ടർമാർ സ്ത്രീകളാണ്. അതെ, അവരെങ്ങനെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് പ്രിയങ്ക ഗാന്ധി ലക്ഷ്യം വെച്ചായിരിക്കും. പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയാക്കാനായിരിക്കും. ഇൻട്രസ്റ്റിംഗ്. സോ എത്ര സീറ്റാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണ 99 ആയിരുന്നു, ആദ്യം 91, പിന്നെ 99. ഇക്കുറി LDFന് എത്ര സീറ്റ്? LDF കംഫർട്ടബിൾ പൊസിഷനിൽ 5 വർഷം ഭരിക്കാൻ ആവശ്യമായി ഭൂരിപക്ഷം ഉണ്ടാവും. കാരണം ഞാൻ പ്രെഡിക്റ്റും ചെയ്യുന്നില്ല, ഞാനൊരു സിപ്പോളജിസ്റ്റ് ഒന്നുമല്ല. ബട്ട് എനി ഹൗ വി വിൽ ഹാവ് എ കംഫർട്ടബിൾ മാർജിൻ ടു റൂൾ. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ സംവാദത്തിന് വിളിച്ചിട്ട് മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നിയമസഭയിൽ സംവാദത്തിന് തയ്യാറാവാത്തവരാണോ ഇനി പുറത്ത് സംവാദം നടത്തുന്നത്? പ്രതിപക്ഷം തയ്യാറായി. നിയമസഭയിൽ എത്ര അടിയന്തര പ്രമേയങ്ങൾ ചർച്ച നോട്ടീസ് തരാതിരുന്നു? മൊത്തം നിയമസഭാ ചരിത്രത്തിലെ 3-1 അടിയന്തര പ്രമേയങ്ങളും താങ്കൾ സ്പീക്കറായി 18 ചർച്ച ചെയ്ത് ഞങ്ങളുടെ പീരീഡില്ല. അതിൽ നിന്ന് ഗവൺമെന്റ് വളരെ ക്ലിയർ ആണല്ലേ, ദേ ആർ റെഡി ടു ഡിബേറ്റ്. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഒളിച്ചോടുകയാണോ നിയമസഭയിൽ ചെയ്തത്? ഒരു സംശയവും വേണ്ട. സ്പീക്കർ എന്ന നിലയിൽ താങ്കൾ പറഞ്ഞ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം നോട്ടീസ് നൽകിയിട്ടില്ല. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ സർക്കാർ ഒരു 1-2 ദിവസം തുടർച്ചയായി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അല്ല ഗവൺമെന്റ് ഡിസ്കസ് ചെയ്തൂടെ? മുഖ്യമന്ത്രി പറഞ്ഞു ഗവൺമെന്റിന് വേണ്ടി അവർ നോട്ടീസ് ഒന്നും ഞങ്ങൾ ഡിസ്കഷൻ തയ്യാറായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞതല്ലേ. പക്ഷേ ലാസ്റ്റ് ഒരു വിഷയം ഒരു നോട്ടീസ് നൽകുന്നില്ല. നോട്ടീസ് നൽകി അപ്പം ഡിസ്കസ് ചെയ്യും. അതാണ് വിഷയം. അപ്പോ വലിയ ആത്മവിശ്വാസത്തിലാണ്, തിളക്കമാർന്ന വിജയം നേടും. UDF 10 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നു എന്നുള്ള പ്രതീതി വെറും പ്രതീതി നിർമ്മാണം മാത്രമാണ് എന്നാണ് താങ്കൾ കരുതുന്നത്. സോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക്, പാർട്ടിയുടെ ഉന്നത പദവിയിലേക്കൊക്കെ ഷംസീർ വരാൻ പോകുന്നു എന്നാണ് വർത്തമാനം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ ഇരിക്കുന്ന വലിയ പൊസിഷനാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ. കേരളത്തിലെ പാർട്ടിക്ക് സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്വം എന്ന് പറഞ്ഞ വലിയ പൊസിഷനാണ്. അത് നിങ്ങൾ അതിനെന്തോ ചെറുതായി കാണുന്നതുകൊണ്ടാണ്. ഏതാണ്ട് 85 ആളെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളൂ. കേരളത്തിലെ പാർട്ടിയുടെ 85-ൽ ഒരാളാണ് ഞാൻ. അതെന്നെ ഒരു വലിയ പോസ്റ്റായി ഞാൻ കാണുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇത്തരം ഡിസ്കഷനെ പ്രസക്തിയിൽ, അത് ഇമ്മെറ്റീരിയലാണ്. ഞാൻ കേരളത്തിലെ പാർട്ടിക്കകത്ത് സജീവമായി ഉണ്ടാകും. എല്ലാ മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങിയ ദിവസത്തിൽ പരമാവധി മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് ഞാനിപ്പോ നാളെ ബേപ്പൂരിലാണ്. ബേപ്പൂർ അസംബ്ലി സെഗ്മെന്റിലാണ്. റിയാസ് വിളിച്ചു, അപ്പൊ അതുകൊണ്ട് ഞാൻ സ്വാഭാവികം പോകുന്നുണ്ട്. നാളെ ബേപ്പൂരിൽ റിയാസിന്റെ മണ്ഡലത്തിൽ 3 റാലിയിൽ പ്രസംഗിക്കും. ഓക്കെ. സോ സ്പീക്കർ എൻ ഷംസീർ രാഷ്ട്രീയം പറയുന്നു. ഇത് സ്പീക്കർ പദവി ഔദ്യോഗികമായി അദ്ദേഹം സ്പീക്കറായി തുടരുമ്പോഴും സഭ അവസാനിച്ചു. ഇനി അദ്ദേഹം ഒരു കെയർടേക്കർ സ്പീക്കറാണ് അല്ലെ? ഒരു കെയർടേക്കർ സ്പീക്കർ എന്ന നിലയിൽ ഒരു മാധ്യമത്തിന് ഉദ്ധരിച്ച ആദ്യത്തെ മുഴുനീള അഭിമുഖമായിരുന്നു. തുറന്നു പറഞ്ഞു, നിയമസഭാ സ്പീക്കറായിരുന്നപ്പോഴുള്ള അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രതീക്ഷകൾ പങ്കുവച്ചു. താങ്ക് യു എൻ ഷംസീർ. താങ്ക്സ് എ ലോട്ട്.